ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യം നമ്മളൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നന്നായിട്ട് തന്നെ ഒരു 3 പ്രാവശ്യം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ഒരൊറ്റ പ്രാവശ്യം അരിക്കും, എന്നിട്ട് പിന്നെ ബാക്കി ബൗളിലിട്ടിട്ട് അരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് കേക്കാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലേ, റെഡ് ബി കേക്കാണ് കേട്ടോ. അപ്പോൾ മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അന്ന് പെട്ടെന്ന് വന്ന് ഓർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ദാ ഞാൻ 2 ബൗൾ ഇതുപോലെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ 2 പാനാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എഗ് ബീറ്റർ ഓൺ ആക്കാം. ഇനി നമുക്ക് എഗ്ഗ് നന്നായിട്ട് പതഞ്ഞ് വരുന്ന ആ സമയത്ത് സ്റ്റാൻഡ് മിക്സർ ഒന്ന് സ്ലോയിലാക്കി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ. കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ബീറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാൻഡ് മിക്സർ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇനി മൈദയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 1 kgയുടെ അളവാണ്. നമ്മൾ ഒരൊറ്റ ബാറ്റർ കൊണ്ട് തന്നെ 3 കളറിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ഓവൺ പ്രീഹീറ്റ് ചെയ്യുക. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് മുന്നേ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ 2 പാത്രം വെച്ചുകൊണ്ട് ഒന്ന് സ്റ്റൗ ഒന്ന് ഓണാക്കി വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ 2 8 ഇഞ്ചിൻ്റെ പാന് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ 7 ഇഞ്ച് ആണെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റിൽ നമുക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 8 ഇഞ്ച് ആകുമ്പോൾ നല്ല പരന്നിട്ടാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് മൈദ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1/4 കപ്പ് ചെറു ചൂടുള്ള പാലും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് ഇതിൽ ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല. ഒരു ടേബിൾ സ്പൂണൊക്കെ ഞാൻ അവിടെ ബാക്കി വെക്കുന്നുണ്ട്. അതെന്തിനാണെന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മൈദയൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി റെഡ് ബി കേക്ക് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു വൈറ്റ് സ്പഞ്ച്, ഒരു ബ്ലാക്ക് സ്പഞ്ച്, അതുപോലെ തന്നെ ഒരു റെഡ് സ്പഞ്ചാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിതാ ആദ്യം ഒരു വൈറ്റ് വാനില കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ലെയർ, നമുക്ക് ഒറ്റൊരു ലെയർ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു പിന്നെ ടിന്നിൽ നമ്മൾ ബട്ടർ പേപ്പറെല്ലാം സൈഡിലും കൊടുത്തിട്ടുണ്ട്. കാരണം അത് എനിക്ക് റിമൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇതിലേക്ക് എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ലെയർ കിട്ടുന്ന ഒരു കറക്റ്റ് അളവ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 ബൗളിലേക്ക് ഈ ഒരു ബാറ്റർ മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു ലെയറിലുള്ള വാനില കേക്കിലേക്കുള്ളത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ളത് 2 എണ്ണം ഇതുപോലെ ഡിവൈഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ റെഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ അടുത്തൊരു റെഡ് വെൽവെറ്റിൻ്റെ വെഡ്ഡിങ് കേക്ക് കാണിച്ചപ്പം അതിലാരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് കളറാണ് റെഡ് വെൽവെറ്റിലേക്ക് യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ കളർ സ്പ്ലാഷിൻ്റെ ഈ ഒരു കളറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള കളർ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ബൗളിലേക്ക് ഇതാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പം ഓരോ ലെയർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ബാറ്റർ റിമൂവ് ചെയ്തിട്ട് ഒരു കേക്ക് റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് പിന്നെ ബ്ലാക്ക് സ്പഞ്ചും കൂടി ഉണ്ടാക്കാനുണ്ട്. അതിൻ്റെ ആ ഒരു കൊക്കോ പൗഡറൊക്കെ ഞാൻ അപ്പുറം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇനി നമ്മൾ ഒരു സ്ക്യൂർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ ബാക്കി ബാറ്റർ ഒന്ന് മൂടി വെക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഞാനിപ്പോൾ ഇതാ മൂടി തുറന്ന് ഇത് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ബാറ്റർ ഒന്നും ആയിട്ടുണ്ടാവില്ല, ഒരു 10 മിനിറ്റ് അല്ലേ, അതുപോലെ തന്നെ ഇരുന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ ബാക്കി വന്നിട്ടുള്ള പാലും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മളെ സ്പഞ്ച് മറ്റേത് അവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. റെഡി ആയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് ഒരു പൊടിക്ക് ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് വിനെഗർ ഒഴിച്ചിട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കേക്ക് അവിടെ റിമൂവ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററും കൂടി ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ടിന്നിന് സൈഡിൽ ബട്ടർ പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൈഡിൽ ബട്ടർ പേപ്പർ പൊക്കിയിട്ട് നമുക്കതൊന്ന് പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ട് വേഗം നെക്സ്റ്റ് ബട്ടർ പേപ്പർ ഇതുപോലെ വിരിച്ചു കൊടുത്തിട്ട് ഇതാ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓവൺ പിന്നെ പ്രീഹീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓവണോടെ ചൂടായിട്ട് ഇരിക്കണം. അതിലേക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഇതും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതും നമുക്ക് എടുക്കാം. അപ്പോൾ അതാ നമ്മൾ റെഡ് വെൽവെറ്റും പിന്നെ വൈറ്റ് സ്പഞ്ചും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതവിടെ ബൈക്കായിട്ട് വരട്ടെ. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കൂടി നോക്കാം. അപ്പോൾ ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. പ്യുവർ നാച്ചുറൽ കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ ഒരു എസൻഷ്യൽ ഓയിലും കൂടിയുണ്ട്. റോസ്മേരി എസൻഷ്യൽ ഓയിലാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് വെക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഇത് മുഖത്തും ഫേസിലും നമുക്ക് യൂസ് ചെയ്യാം, ഹെയറിലും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ 2 യൂസ്ഫുൾ ഉണ്ട്. ഇനി ഇത് യൂസ് ആക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് എത്രത്തോളം മുടിയുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഓയിൽ എടുക്കാം കേട്ടോ. നാച്ചുറൽ ഓയിലാണ്, നാച്ചുറൽ കോക്കനട്ട് ഓയിലാണ്. അത് നമ്മൾ മുടിയുടെ ആവശ്യത്തിനുള്ളത് എടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. തിളക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായി മതി. നമ്മൾ സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരു നമ്മൾക്ക് പറ്റുന്ന ഒരു ചൂടിൽ എടുക്കുക. അപ്പോൾ ഫേസിൽ തേക്കണത് എന്തിനാണെന്ന് വെച്ചാൽ മുഖക്കുരു വരാതിരിക്കാൻ, അതുപോലെ ഡാർക്ക് സ്പോട്ട് മാറി കിട്ടാൻ, ചുളിവുകൾ വരാതിരിക്കാൻ. അപ്പോൾ ഇത് എല്ലാ സ്കിന്നുകാർക്കും, ഏത് ടൈപ്പ് സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ അത് ചൂടാക്കി എടുത്തിട്ട് ഞാനിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ എസൻഷ്യൽ ഓയിൽ എടുക്കുക. എന്നിട്ട് ഓയിൽ എടുത്ത കണക്കിന് ഒരു 2 ഡ്രോപ്സ് അല്ലെങ്കിൽ 3-4 ഡ്രോപ്സ് ഇതിലേക്ക് ഒറ്റിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്രത്തോളം ഓയിൽ എടുത്തിക്കണം അതിനനുസരിച്ച് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. എന്നിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് മുടിയിൽ തേക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഫേസിലും ചെയ്യാം ഇതുപോലെ തന്നെ സെയിം. സ്കിന്നിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രൈ സ്കിൻ ഉണ്ടാവും, അതുപോലെ റഫായിട്ടൊക്കെ ഇരിക്കുന്ന സ്കിൻ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് നമ്മളെ സ്കാൽപ്പിൽ പിടിക്കുന്ന പോലെ നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ട് നല്ലൊരു മസാജും കൊടുക്കുക. ഞാനിപ്പോൾ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് അത് തേച്ച് പിടിക്കുന്നത് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തേച്ചതിന് ശേഷം ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഫുള്ളായിട്ട് തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 3 ലെയർ കേക്കും ബേക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കേക്ക് ബോർഡിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ബ്ലാക്ക് സ്പഞ്ചാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പഞ്ച് ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ബ്ലാക്ക് വെച്ചെന്നേ ഉള്ളൂ. ഇനി നമ്മളിത് മിൽക്കും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും ഷുഗറും കൂടി ചേർത്തിട്ടില്ല ഒരു മിക്സാണ് നമ്മൾ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. നോർമൽ നമ്മൾ വാട്ടറും ഷുഗറാണ് യൂസ് ആക്കൽ. അപ്പോൾ ഇത് കുറച്ച് റിച്ച് ആയിട്ടുണ്ടോ ചെയ്യുന്നത്. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോക്ലേറ്റ് ക്രീമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലും ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രഞ്ചി ആയിട്ട് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർ ഇത് ഈ ഒരു രീതിയിലായിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക. ഞാനിതിപ്പോൾ കുറച്ച് റിച്ച് ആയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ റെഡ് സ്പഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. അതും നമ്മൾക്ക് മിൽക്ക് സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അഥവാ നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് ക്രീം ചീസ് ബീറ്റ് ചെയ്തിട്ട് അത് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നോർമൽ ക്രീം തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും അതുപോലെ തന്നെ സ്ട്രോബെറി ക്രഷും ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ വൈറ്റ് സ്പഞ്ചാണ് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ വെക്കാം. എന്നിട്ട് ഇത് ക്രം കോട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഫൈനൽ കോട്ട് അപ്പോൾ തന്നെ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാനുള്ളതാണ്. നമ്മൾ നാച്ചുറൽ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ നോർമലായിട്ട് റെഡ് ബീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഡെക്കറേഷനൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ നോർമൽ റെഡ് ബീ എങ്ങനെയാണ് നമ്മൾ വാൻചോ ചെയ്യുന്ന പോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു ഗനാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നൈറ്റിലാണ് സെറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. പിറ്റത്തെ ദിവസം കാലത്താണ് ഞാൻ പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചെയ്യുന്ന സമയത്ത് 1 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 1/4 കപ്പെല്ലാം വിപ്പിംഗ് ക്രീം എടുത്താൽ മതിയിട്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒലിച്ചു പോകും. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിക്കിരുന്നാലും നമ്മൾ കേക്ക് ബേസ് ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ചിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയിക്കോളൂ കേട്ടോ.
ഇനി നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് തന്നെ റെഡ് കളർ ചേർത്തെടുത്തിട്ട് റെഡും അതുപോലെ തന്നെ ബ്ലാക്കും ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ലൈൻസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു നോർമൽ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഹേർട്ട് മോൾഡിലേക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഡെക്കറേഷനും വെച്ച് കൊടുക്കുന്നുണ്ട്. അത്രയും ചെയ്തിട്ടുള്ളൂ. കളർ സ്പ്ലാഷിൻ്റെ ആ ഒരു കളർ തന്നെയാണ് ഞാൻ ഇതിലേക്കും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഭംഗിക്കൊക്കെ വേണമെങ്കിൽ പൈപ്പിംഗ് കവറിലാക്കിയിട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് ഈ ഒരു ഡെക്കറേഷനൊക്കെ തന്നെയാണ് നോർമലായിട്ട് കാണാറുള്ളത്. പിന്നെ കസ്റ്റമൈസ്ഡ് നമ്മൾ കസ്റ്റമർ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അവർക്ക് റെഡ് ബി കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നോർമൽ ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ അങ്ങനെ ഫുള്ളായിട്ട് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതേപോലെ ഞാൻ ബ്ലാക്ക് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്ക്യൂർ വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിട്ടോ, ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യുക. കേക്ക് ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ.